ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഏട്ടനും പിന്നെ നമ്മളെ അമ്മമാരും ഉണ്ട് കേട്ടോ. കുഞ്ഞിയും കൂടിയിട്ട് നമ്മളെ ഇരിക്കൂർ മാമാനക്കുന്ന് അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ശരിക്കും രാവിലെ ആയിരുന്നു പോകേണ്ടത്, കുറച്ച് വൈകിപ്പോയി. എല്ലാവരും ഏട്ടനെല്ലാം വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഒരു ഓട്ടം ഉണ്ട് അടുത്തേക്ക്. വണ്ടിയിൽ അതുവരെ കുറച്ച് കാഴ്ചയും കണ്ടിട്ട് കുഞ്ഞും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഓനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് അങ്ങനെ. അപ്പോൾ അവിടെ എത്തി. എനിക്ക് ഈ അമ്പലത്തിലെ കുളം നന്നായിട്ട് വേറൊരു ദിവസം ഞാൻ പോയിരുന്നു. അന്നേരം ഈ കുളം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നോക്കുമ്പം അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. എന്തോ കുളം ഒരു വൃത്തിയില്ലാത്ത പോലെ, പിന്നെ ഒരു കാട് പോലെ കുറേ മാറാലെല്ലാം പിടിച്ചിട്ട് എന്തോ ഒരു പോലെ ഉണ്ടായിന്. അമ്പലത്തിൽ സ്റ്റെപ്പ് കുറച്ച് നമ്മൾ താഴ്ന്നു നിന്ന സമയത്തിലേക്ക് അങ്ങനെ കഴുത്ത് പൊക്കി നോക്കണം. അങ്ങനെ ഒരു കുത്തനെന്ന് പറഞ്ഞാൽ ചെരിവല്ല, കുത്തനെ പോലെയാണ് ഉണ്ടായത് സ്റ്റെപ്പ്. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വീഡിയോ എടുക്കാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറച്ചെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് എടുത്തിട്ടാണ്, പുറത്തത്തെ വ്യൂ മാത്രം. ആ പ്രസാദവും വാങ്ങിയിട്ട് കുറച്ച് വിശ്രമിച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി. അപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണ്. അതാണ് നമ്മളെ നിലാമുറ്റ പള്ളി. അങ്ങനെ ആടുന്ന് നേരെ വിട്ടു. പിന്നെ രാവിലെ ചായ കുടിക്കാത്ത കാരണം വേഗം ചായ കുടിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് പറശ്ശിനിക്കടവിലേക്കാണ് കേട്ടോ. എന്തായാലും നല്ല തിരക്കുണ്ടാവുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ മെയിൻ പാർക്കിംഗ് ഏരിയയിൽ വെക്കാണ്ട് നമ്മൾ ഇപ്പുറം വണ്ടി വെച്ചിട്ട് ആടുന്ന് വേറെയും 2 വഴിയുണ്ടല്ലോ നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്, അതിലേ നോടി നടന്നിട്ട് പോയി. ബോട്ട് ടെർമിനലിൻ്റെ അതിൽ ഒരു 5 മിനിറ്റിൽ കൂടുതൽ അതിൻ്റെ അടുത്ത് ഇതിൽ നടക്കാൻ വേണ്ടി പറ്റില്ല, അത്രക്കും നല്ല വെയിലാണ്. ജസ്റ്റ് തൊഴുതിട്ട് നമ്മൾ 2 മിനിറ്റ് അവിടെ നിന്നു. പിന്നെ ഇവൻ അവിടെ കളിക്കേണ്ട സാധനം കണ്ടിട്ട് അതിന് വാശി പിടിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യം അടുത്ത വേറൊരു സാധനമാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് വേണ്ട, ഇത് വേഗം പൊട്ടിക്കുന്നു വിചാരിച്ചിട്ട് അവിടെ വേറൊരു ഫോൺ ഉണ്ടായിന്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, ലുക്കിൽ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അത് വാങ്ങി ഒരു 2 മിനിറ്റ് കളിച്ച് പിന്നെ അതിനെ കൊണ്ട് ഏറായി. ഇപ്പം പിന്നെ അത് എടുക്കുന്നേ ഇല്ല. അങ്ങനെ അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ ചന്തേനോട് എനിക്ക് വലിയൊരു ക്രേസൊന്നുമില്ല. മുമ്പ് വല്ല സ്റ്റഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനല്ലാണ്ട് എനിക്ക് വലിയൊരു പിന്നെ ഫാൻസീനോടൊക്കെ വലിയ താല്പര്യമില്ല. ഇപ്പോൾ ഏട്ടന് നല്ല ദാഹം പോലെ ഉണ്ടായിന്. പിന്നെ ഈ സംഭാരം ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അത് കുടിച്ചു. പിന്നെ എനിക്കിത് എന്താണെന്നറിയില്ല, ബ്ലാക്ക് ട്രാവലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. എന്താണെന്നറിയില്ല, ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എമറാൾഡ് ഹോളിഡേയ്സ് എന്നായിട്ടാണ് അതിന് പേരുണ്ടായത്. ഞാൻ അവിടെ നേരെ വിട്ടു. പിന്നെ ആ സമയം ഒരു 1:30 ആയിട്ടുണ്ടായിന്. 1:30 കഴിഞ്ഞു. നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. വലിയൊരു വിശപ്പ് ഉണ്ടായിട്ട് ഒരു കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. പക്ഷേ ഒരു മെനു തിരക്കുന്ന നേരം അവർ പറഞ്ഞു ഫ്രൈഡ് റൈസും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കിളി പോയി. അപ്പോൾ അമ്മ ചോറ് വാങ്ങി, ഏട്ടൻ കഞ്ഞി കുടിച്ചു, ഞാൻ ഫ്രൈഡ് റൈസ് വാങ്ങി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.